ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി. വകുപ്പ് തല നടപടിക്കും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. പെൻഷൻ ഉപഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗും ഫേസ് ഓതന്റിക്കേഷനും നിർബന്ധിതമാക്കും. CPM-ൽ വിഭാഗീയത പുകയുന്നു. പരസ്യ പ്രതിഷേധമുണ്ടായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. തെറ്റായ പ്രവർത്തനം വച്ചുപൊറിപ്പിക്കില്ലെന്ന് MV ഗോവിന്ദൻ. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് G സുധാകരന് ക്ഷണമില്ല. ആലപ്പുഴയിലെ CPM നേതാവ് ബിപിൻ സി ബാബു BJP-യിൽ. K സുരേന്ദ്രനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. CPM വർഗീയ ശക്തികളുടെ പിടിയിലെന്ന് ബിപിൻ. ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ CPM നേതാക്കൾ BJP-യിൽ ചേരുമെന്ന് K സുരേന്ദ്രൻ. നല്ല ശുദ്ധജലം പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ വരവ്. ഇതൊരു തുടക്കം മാത്രമാണ്. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധി. വയനാട് ദുരന്തം അതിജീവിച്ചത് വലിയ പ്രചോദനം. That it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight. രാഹുലും പ്രിയങ്കയും കോഴിക്കോടും മലപ്പുറത്തും സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. പതിനഞ്ച് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. നമുക്ക് ശമ്പളം കിട്ടലാണ് ഇല്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിൻ്റെ വക്കിലെത്തിക്കാണ്. ശമ്പളം കിട്ടാതെ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ഉണ്ണി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. കമ്പനി MD-യെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയിട്ട് 11 മാസം 245 കോടി നഷ്ടത്തിലാണെന്ന് മന്ത്രി. ഫെൻചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. വൈകിട്ട് കര തൊടും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കി. വിമാനത്താവളം 7 മണി വരെ അടച്ചിടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ.